ഇന്ന് നമ്മൾ പൊളിക്കും. കാരണം ഇന്ന് ഞാൻ എൻ്റെ കഥയായിട്ടാണ് വരുന്നത്. ഈ ട്രെയിനിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി ഇതിലേക്കൊക്കെ കാലെടുത്ത് വെച്ച സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിലേറെ ഈ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ഞാൻ നേരിട്ടത് പരിഹാസങ്ങളായിരുന്നു. കാരണം ഞാനൊരു ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്തുകൊണ്ട് ബിടെക് കഴിഞ്ഞ് MBA കഴിഞ്ഞ് അതുപോലെ MSc സൈക്കോളജിയും കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വളരെ അടുത്ത വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ തീരെ ബന്ധമില്ലാത്ത വ്യക്തിയിൽ നിന്ന് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം എനിക്ക് തോന്നി നമ്മുടെ കാര്യത്തിലുള്ള ഒരു കൺസേൺ ആണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. പക്ഷെ പതിയെ പതിയെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം ചില ആളുകൾക്ക് ഉള്ളിലുണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അതായത് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ പരിഹസിക്കുക, അതിലേറെ മുറിവേൽപ്പിക്കുക എന്നുള്ളൊരു അൺകോൺഷ്യസ്, അറിഞ്ഞോ അറിയാതെയോ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന നെഗറ്റീവ് ഫീലിംഗ് ഇത് എത്രത്തോളമാണ് എന്നുള്ളത് ഒരു പുതിയ വഴിയിലേക്ക് തിരിയുന്ന പലർക്കും മനസ്സിലായേക്കാം. ഞാൻ ചെയ്യേണ്ടുന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഫോക്കസും അതുപോലെ തന്നെ ഒരു പ്ലാനും ഉണ്ടെങ്കിൽ പോലും ഈ തുടർച്ചയായിട്ടുള്ള നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും ഉണ്ടാവുന്ന ചില സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സ്, അതുപോലെ തന്നെ ചില കോമഡീസ്, അതുപോലെ നമ്മളെ കൊള്ളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും ഇനിയിപ്പോൾ ഞാൻ റൈറ്റ് ട്രാക്കിലല്ലേ പോകുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ പലരെയും പോലെ ഒരു ഗുരു എന്നൊന്നും പറയാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട 2-3 സുഹൃത്തുക്കളും പിന്നെ ഫാമിലിയൊക്കെ നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇതൊന്നും അത്ര ബോധർ ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിലേറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഒരു 500 വ്യൂ ഒക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് എനിക്ക് വന്ന ചില കമന്റ്സ് എന്താണെന്ന് വെച്ചാൽ വീഡിയോന്റെ എഡിറ്റ് ശരിയല്ല, ക്യാമറ കറക്റ്റ് ഫോക്കസ്ഡ് അല്ല, അതുപോലെ തന്നെ ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത എൻ്റെ ഉമ്മയാണ്. അതുപോലെ തന്നെ ആ ക്യാമറ ഒരു സാധാ ക്യാമറയാണ്. ഒരു മൊബൈൽ ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് വന്നൊരു 50-60 കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബൈ ഫോൺ പേഴ്സണലായിട്ട്. കാരണം ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യല്ലോ ഒരാള്. അതിലൊരു 90% ഈ ഒരു പോരായ്മകളായിരുന്നു. ഒരു നല്ലൊരു ശതമാനം, ഒരു 10% ആളുകൾ മാത്രമാണ് പറഞ്ഞത് നല്ല അറ്റംപ്റ്റ് ആണ്, വിടരുത്, മുന്നോട്ട് പോകണം എന്നുള്ളത്. സോ ഈ ഒരു 90% നെഗറ്റിവിറ്റിയിലും ഞാൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഈ കുറ്റം കുറവും കണ്ടുപിടിക്കാൻ മാത്രമായിട്ടാണ് പൊതുസമൂഹം എന്ന് പറയുന്നതിൽ വലിയൊരു ശതമാനം സമൂഹം ഉള്ളത്. സോ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ബാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ അതും കേട്ട് എൻ്റെ വീഡിയോ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ട് ഒരു 30,000 സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ എനിക്ക് പിന്നെ പല രാജ്യങ്ങളിലും പോയിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. എൻ്റെ ജോലിയുടെ സമയം ഞാൻ തീരുമാനിക്കുന്നു. അതിനേക്കാൾ ഏറെ ഉപരി ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എൻ്റെ പാഷനാണ് ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ജീവിതത്തിൽ വിജയിച്ചു, ഞാൻ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു, ഞാനിപ്പോൾ വളരെ ഉന്നതിയിലാണ്. ഇതൊന്നും ക്ലെയിം ചെയ്യാനും ഇങ്ങനെയാണെന്നൊന്നും പറയാനല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. കാരണം ഇപ്പോഴും എൻ്റെ അടുത്ത് പല ആളുകളും എൻ്റെ പല സർക്കിളും സോഷ്യൽ സർക്കിളിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിനക്കിപ്പോൾ എന്താ ഒരു വീഡിയോന്റെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ, ഒരു ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ, നിനക്ക് അതിനൊക്കെ പൈസ അല്ലേ എന്നാണ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്യാനുള്ള എഫേർട്ട്, അതുപോലെ തന്നെ അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ നാവൊന്ന് പഴിച്ചാൽ മതി, നമ്മൾ നെഗറ്റീവ്ലി വൈറലാവും. കൂടുതലും പോസിറ്റീവ് വൈറലല്ല. ഒരാൾക്കൊരു കുട്ടി ജനിച്ചാലോ അതല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ സ്പോർട്സിൽ ഒരാൾ കൈവരിച്ചാലോ എന്നുള്ളതിനേക്കാൾ ഡബിൾ ഇമ്പാക്റ്റ് ആണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വൈറലാവുമ്പോൾ ഉണ്ടാവുന്നത്. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓരോ ആഴ്ചയും പുതുമുള്ള ടോപ്പിക്ക് വേണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇതിലൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. സോ പക്ഷെ അവിടെയും ചില ആളുകൾ സർക്കാസ്റ്റിക് ആയിട്ട് എനിക്കിപ്പോൾ എന്താ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നുള്ളത്. ഞാൻ പറയുന്നത് നമ്മുടെ മുറിവേൽപ്പിക്കാനും നമ്മുടെ സംസാരം കൊണ്ട് മുറിവേൽപ്പിക്കാനും അതുപോലെ തന്നെ പരിഹസിക്കാനും ഇപ്പോഴും ആളുകളുണ്ട്. ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പോഴും ആ സ്റ്റേജിൽ തന്നെയാണ്. അവരെന്താണ് ചെയ്യുന്നത് ആ സ്റ്റേജിൽ തന്നെയാണ്. പിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയ ജീവിതത്തിൽ വിജയിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥ. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നു, അതിന് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ സപ്പോർട്ടും ഉണ്ട്. ഇന്നിപ്പോ ഈ ഒരു നിലയിലെത്തി നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും വന്ന് പറയുന്നുണ്ട്, പിന്നെ എനിക്കറിയായിരുന്നു നീ ഇങ്ങനത്തെ നിലയിലെത്തും എന്നുള്ളതൊക്കെ.
ഇങ്ങനെ പറയാൻ ആർക്കും പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആവശ്യമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾക്ക് നമ്മൾ സക്സസ് ആവണം, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എല്ലാവരെയും തൃപ്തനാക്കി ജീവിക്കണം. അത് നമുക്ക് എന്തായാലും പോസിബിൾ അല്ല. അതല്ലെങ്കിൽ നമ്മൾ മരിക്കണം. മരിച്ചാൽ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണെങ്കിലും അയാൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടാവും. നമുക്ക് ഒരുപാട് മുറിവേറ്റിട്ടുണ്ടാവാം, മുമ്പ് ഒരുപാട് മുറിവേറ്റിട്ടുണ്ടാവാം. പക്ഷെ ഈ മുറിവേറ്റത് കൊണ്ട് മുന്നോട്ട് പോവാതിരിക്കണം എന്നൊരു അർത്ഥമില്ല. കാരണം മുന്നോട്ട് പോയവർക്ക് മാത്രമേ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളൂ. മുന്നേറിയവർ മാത്രമേ ഏതെങ്കിലും ഒരു ഉന്നതിയിൽ എത്തിയിട്ടുള്ളൂ. ഉന്നതിയിൽ എത്തിയാൽ മാത്രമേ സമൂഹം അയാളെ അംഗീകരിക്കുള്ളൂ. അവസാനമായി ഒരു കാര്യം കൂടി, നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, പലപ്പോഴും പലരും എന്നെ പരിഹസിക്കുന്നുണ്ട്, ഞാൻ പോകുന്ന റൂട്ട് മോശമാണ്, റൈറ്റ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും കേട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയും ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞാടിനെ പോലെ സൈഡായിട്ട് ഇരുന്നിട്ട് വെറുതെ സ്വപ്നം കണ്ട് മരിക്കാം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് മൈൻഡ് ചെയ്യാതെ എൻ്റെ ലക്ഷ്യം, എൻ്റെ ഫോക്കസ് വളരെ റൈറ്റ് ആണ്, എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുതിയ വാക്കൊക്കെ കേൾക്കുന്നുണ്ട്, ഹാർഡ് വർക്ക്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പുതിയ വാക്കാണ് സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് ഒന്നല്ല, ഹാർഡ് വർക്ക് തന്നെയാണ്, കഠിനാധ്വാനം തന്നെയാണ്. പറയുന്നവർക്ക് അങ്ങനെ പലതും പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹാർഡ് വർക്ക് മാത്രമാണ് ഒരു ലൈഫിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഹാർഡ് വർക്കിലൂടെ മാത്രമാണ് സാധിക്കുക, അല്ലാതെ അത്ഭുതങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഹാർഡ് വർക്കിലൂടെ മാത്രമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓർ നെവർ. പറയാൻ മറന്ന മറ്റൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.